നമ്മൾ ഇതിനു മുന്നേയും പല ദിവസങ്ങളിൽ സംസാരിച്ചതാണ്. BJP അല്ലെങ്കിൽ BJP CPM ഒരു അന്തർധാര ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ഇപ്പോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ അത് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോ സിനിമ നടന്മാരുടെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തി. ഇഡിയാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നു, സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിന്ന് സർക്കാരിന് മേലുള്ള ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് ഈ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഇഡി എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസിയാണല്ലോ. അപ്പൊ ഇവര് എന്താണ്, സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി BJP ഇഡി ഇറക്കിയതാണോ? ഇവര് പല പ്രതിസന്ധി ഘട്ടത്തിലും BJP പല സ്ഥലത്ത് ഇഡി ഇറക്കിയിട്ടുണ്ട്. അതിന്റെ വേറൊരു വർഷം തന്നെയല്ലേ ഇത്. സുരേഷ് ഗോപി ഇത് അറിയാതെ ഒരു സത്യം പുറത്ത് മുമ്പർക്ക് അറിയാമായിരിക്കുമല്ലോ ഇത്തരം സംഭവങ്ങളൊക്കെ. അപ്പോൾ അറിയാതെ ഒരു സത്യം മാധ്യമങ്ങളുടെ അങ്ങ് തുറന്ന് പറഞ്ഞതാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം അധികം ഇങ്ങനെ സാധാരണ മാധ്യമങ്ങളെ കണ്ടാൽ പ്രതികരിക്കുന്നൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പറയുന്ന പോലെയാണ്. എന്താണ്, കഴിഞ്ഞ ദിവസമാണ് അല്ലേ 2-3 നടന്മാരുടെ, അത് ഈ പറയുന്ന ഭൂട്ടാനിൽ നിന്നുള്ള കാറ് കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. അത് കസ്റ്റംസ് നേരത്തെ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തുടർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ED ഇന്നലെ 3-4 നടന്മാരുടെ വീട്ടിൽ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും അമിത് എന്ന് പറയുന്ന നടന്റെയും ഒക്കെ തന്നെ വീട്ടിൽ പരിശോധന നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം വന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇത് ഈ പറയുന്ന നിലവിൽ കേരളത്തിൽ കത്തി നിൽക്കുന്ന ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ആ ചർച്ചകളെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അപ്പോൾ ആരാണ് ഈ ഗൂഢാലോചന നടത്തുന്നത്? ED ഇവിടെ വരണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്രത്തിന് അനുമതി ഇല്ലാതെ അവർ വരുത്തില്ല. ആഭ്യന്തര മന്ത്രാലയമാണ്, അവരുടെ അനുമതി ഇല്ലാതെ വരുത്തില്ല. അപ്പോൾ സുരേഷ് ഗോപി നേരെ വിരൽ ചൂണ്ടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അമിത്ഷായ്ക്ക് നേരെ തന്നെ അദ്ദേഹം വിരൽ ചൂണ്ടുകയാണ്. അമിത്ഷായും ഈ പറയുന്ന കേരളത്തിലെ പിണറായി വിജയനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഗൂഢാലോചന, ആ വിഷയം തേച്ച് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് ഒരു BJP കാരനായിട്ടുള്ള കേന്ദ്രമന്ത്രി തന്നെ ഇത് പറയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗൗരവം നമ്മൾ കാണണം. അത് കുറച്ച് കാണരുത്. കാരണം സുരേഷ് ഗോപിയെ പോലെ കേന്ദ്രവുമായിട്ട് ഏറ്റവും അടുത്തുള്ള എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി. അപ്പോൾ നമുക്ക് അതിന്റെ സീരിയസ്നെസ് കളയാതെ തന്നെ ആ വിഷയത്തെ കാണേണ്ടതാണ്. എന്തായാലും ആദ്യം അദ്ദേഹം അത് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് തലയിൽ വെച്ച് ചാരാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്, വിഷയത്തിലും അങ്ങനെയാണ് അദ്ദേഹം. എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം അറിയാതെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വാസ്തവമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം, നേരത്തെ തന്നെ പല വിഷയങ്ങളിലും ഈ പറയുന്ന കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു കൂടിച്ചേരലുകൾ അല്ലെങ്കിൽ ഒരു അന്തർധാര നമ്മൾ പല സാഹചര്യങ്ങളിലും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എത്രയോ കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും കരുവന്നൂർ പോലെയുള്ള സ്വർണ്ണക്കടത്ത് പോലെയുള്ള കേസുകൾ വരുമ്പോഴൊക്കെ തന്നെ അവിടെ EDയോ അല്ലെങ്കിൽ CBIയോ NIAയോ ആദായ നികുതി വകുപ്പോ ഒന്നും തന്നെ കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ അവിടെ നടത്തിയിട്ടില്ല. മറിച്ച് ഈ സംസ്ഥാന സർക്കാരിനെ ഏതൊക്കെ തരത്തിൽ രക്ഷിക്കാമോ ആ തരത്തിലുള്ള ഇടപെടലുകളിലൂടെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന സുരേഷ് ഗോപി പറയുമ്പോൾ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ട കാര്യമില്ല. കാരണം ആ രീതിയിൽ വലിയ ഒരു ചർച്ചയായിട്ട് ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വിജിലൻസ്, ശബരിമലയിലെ സ്പെഷ്യൽ വിജിലൻസിന്റെ റിപ്പോർട്ട് കോടതിയിൽ എത്തി. ആ റിപ്പോർട്ടിൽ അതിഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഉള്ളത്, കാര്യങ്ങളാണുള്ളത്. കോടതി തന്നെ വലിയ രീതിയിൽ അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനായിട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് എന്താ പറയുക, ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഗൂഢാലോചന നടത്തിക്കൊണ്ട് സ്വർണം അടിച്ചു മാറ്റിയെന്നാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയി. അന്ന് വിജയ് മല്യ 98 ആ പതിപ്പിച്ച സ്വർണം അത് ആ പാളികൾ ഇളക്കിക്കൊണ്ട് അവിടെ ചെന്ന് സ്മാർട്ട് ക്രിയേഷൻസിന് കൊടുത്ത് അവരത് സ്വർണം ഉരുക്കിയെടുത്ത്. അതുകൊണ്ട് 1 കിലോയോളം സ്വർണം ഉണ്ടായിരുന്നു. 420 ഗ്രാം സ്വർണം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു. അതിന്റെ പണിക്കൂലിയായിട്ട് തങ്ങൾ 320 ഗ്രാം എടുത്തു. ബാക്കി ഉള്ള അല്ലറ വെച്ച് ഞങ്ങൾ സ്വർണം പൂശി ഞങ്ങൾ കൊടുത്തു വിട്ടു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മൊഴി സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD കൊടുത്തതായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവര് ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു കളിയാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്, പ്രാഥമികമായിട്ട് മനസ്സിലാകുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട് നമുക്കറിയാം. ഈ സ്വർണം വെച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അനാഥയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ, തന്റെ സ്വന്തമായിട്ടുള്ള പെൺകുട്ടിയുടെ കല്യാണം നടത്താനൊക്കെ ഈ ദേവസ്വം ബോർഡിന്റെ തന്നെ അനുമതി തേടുന്ന അതിന്റെ തെളിവുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലൊരു നെക്സസ് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ആ വിഷയത്തില്. അങ്ങനെ ഇത് നേരെ ചെല്ലുക, എന്താ പറയുക, ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ മുകളിലേക്കാണ് ചെല്ലുക. അതിന്റെ പാവഭാരം ചെന്ന് ചേരുക അവിടെ സർക്കാരാണ്. അപ്പോൾ അവിടെ നിന്നുമൊക്കെ തന്നെ ശ്രദ്ധ തിരിച്ചു വിട്ടുകൊണ്ട് ഇങ്ങനെ നമുക്കറിയാം ദുൽഖറിനെ പോലെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെ വീട്ടിലോ പൃഥ്വിരാജിന്റെ വീട്ടിലോ ഒക്കെ തന്നെ ഒരു റെയ്ഡൊക്കെ നടത്താൻ പിന്നീട് ആ വാർത്ത അതായിട്ട് മാറാം. അങ്ങനെ വാർത്ത അതിന്റെ ആ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ അത് നമുക്ക് അങ്ങനെ ലഘുവായിട്ട് കാണേണ്ട കാര്യമല്ല. അതിനൊരു സാങ്കത്യമുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും
ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ ഗുരുതരമായ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നതോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ എന്താ പറയുക വലിയ രീതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. സാധാരണഗതിയിൽ സുരേഷ് ഗോപി തന്നെ പറയുന്നുണ്ട്, ഈ കേന്ദ്ര സർക്കാർ പ്രതിക്കൂട്ടിലാകുമ്പോഴാണ് അത്തരത്തിലുള്ള ഗിമ്മിക്കുകളൊക്കെ തന്നെ നടത്തുന്നത്. EDA അല്ലെങ്കിൽ CBI ഒക്കെ പല സ്ഥലങ്ങളിലും കണ്ടതാണല്ലോ, പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നത്. അങ്ങനെയാണ് ഇന്ന് VD സതീശനുമായ കാര്യം പറയുന്നുണ്ട്. ഒരു നെക്സസ് ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാണെന്ന് അദ്ദേഹം പറയുന്നുള്ളത്. ഈ പറയുന്ന പോലെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള കൊടകര കുഴൽപ്പണം ഉൾപ്പെടെയുള്ള കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നെക്സസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിഷയം എന്ന് ഉള്ളത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അത് സുരേഷ് ഗോപി തന്നെ പറയുമ്പോഴാണ് അതിന്റെ ഒരു സീരിയസ്നെസ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം ഒപ്പം തന്നെ ഈ പറയുന്ന കലിംഗ സംവാദമുള്ള പരിപാടി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് അദ്ദേഹം വളരെ രീതിയിൽ എന്താ പറയുക, പറയുന്ന പോലെ നമ്മളിപ്പോൾ നേരത്തെ ഇടതുപക്ഷത്തെക്കുറിച്ച് സംസാരിച്ച പോലെ അദ്ദേഹം ഇന്നലെ ഒരു പാലക്കാട് നടത്തിയ ഒരു പരിപാടിയിൽ അദ്ദേഹം നപുംസകം എന്നൊരു പ്രയോഗമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം തന്നെ അദ്ദേഹം പ്രജാരാജ്യം എന്നൊക്കെയുള്ള ആ ഒരു ഹാലോയിൽ ഇങ്ങനെ പോവുകയാണ്. പ്രജകൾ തന്നെയാണ്, പ്രജകള് എന്താ പറയുക, ഓരോ തവണയും അദ്ദേഹം ഈ പറയുന്ന പോലെ തന്റെ വായിൽ കൊള്ളാത്ത പദങ്ങളും ഒക്കെ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ എന്താ പറയുക, പ്രജകളാണെന്നൊക്കെ പ്രജകളാണ് ഏറ്റവും വലിയവർ. അവര് ജനങ്ങൾ ഈ അധികാരികളോട് കൈ ചൂണ്ടി സംസാരിക്കണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം നേരത്തെ നടത്തിയ ഒരു വൃദ്ധനെ അപമാനിച്ചു വിട്ട സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തെ അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. അവഹേളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന് അവഹേളനത്തെയൊക്കെ ഞാൻ പുല്ല് വിലയാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പരസ്പര വിരുദ്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സുരേഷ് ഗോപി. ഒരു സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെ വിവാദങ്ങൾ ചെന്ന് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു തുടർച്ചയായിട്ട് സ്വയം വിട്ടലായത് മാത്രമല്ല, വിവാദം വിട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിന്റെ BJPയുടെ അമരത്തിരിക്കുന്ന നരേന്ദ്രമോദി, അമിത്ഷായെ പോലെയുള്ള വലിയ നേതാക്കന്മാരെ കൂടി ആ ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. അവരെ കൂടി പെടുത്തിയിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ്, വളരെ ഗൗരവമായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അതിനകത്ത് നിലവിൽ ഈ സംസ്ഥാന BJP നേതൃത്വം അത് പ്രതികരണം നടത്തേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയാണോ, ഒപ്പം തന്നെ എന്താ പറയുക, സംസ്ഥാന സർക്കാരും അതിനകത്തൊരു അവരുടെ ഒരു പ്രതികരണം കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള നെക്സസ് അതിനിപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു രക്ഷപ്പെടുത്തലാണോ, ഒരു രക്ഷാപ്രവർത്തനമാണോ ഇപ്പോൾ ED നടത്തിയിരിക്കുന്നത് എന്ന സംശയം ബലപ്പെടുന്ന രീതിയിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്.